സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. എടവണ്ണയിൽ ആദ്യമായി CPA ജ്വല്ലറിയുടെ മെഗാ ചിൽഡ്രൻസ് കളക്ഷൻ. CPA ഗോൾഡൻ സിൽവർ, മസ്ജിദ് ബസാർ, എടവണ്ണ. വയനാട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ഏറനാട് മണ്ഡലത്തിൽ പര്യടനം നടത്തി. എടവണ്ണയിൽ കുടുംബയോഗത്തിലും അദ്ദേഹം പങ്കെടുത്തു. രാവിലെ 10 മണിയോടെയാണ് വാലില്ലാപ്പുഴയിൽ നിന്നും പര്യടനം ആരംഭിച്ചത്. തുടർന്ന് കീഴുപറമ്പ്, അരീക്കോട്, കാവന്നൂർ, കക്കാടംപൊയിൽ, അകമ്പാടം എന്നീ തുടങ്ങിയ പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥി വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. കീഴുപറമ്പിലെ അന്തർക്കായുള്ള അഗതി മന്ദിരത്തിലും സ്ഥാനാർത്ഥി സന്ദർശനം നടത്തി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്നായി 30-ലധികം അന്തേവാസികളാണ് ഇവിടെയുള്ളത്. ഈ അമ്മമാരുടെ പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങളായെന്നും കാഴ്ചയില്ലാത്ത ഇവരോട് സർക്കാരിന്റെ കണ്ണില്ലാത്ത ക്രൂരതയാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ നൽകുന്ന വിഹിതം പോലും നൽകാതെ സംസ്ഥാന സർക്കാർ പാവങ്ങളെ ദ്രോഹിക്കുകയാണെന്നും ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. എടവണ്ണ പത്തപ്പിരിയത്ത് നടന്ന കുടുംബയോഗത്തോടെയാണ് സ്ഥാനാർത്ഥിയുടെ ഏറനാട് മണ്ഡലം പര്യടനം അവസാനിച്ചത്. ഇന്ന് കാലത്ത് മുതൽ ഏറനാട് അസംബ്ലി മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലായിരുന്നു പര്യടനം. ഏറനാടിന്റെ സ്നേഹം തീർച്ചയായിട്ടും ഒരു വലിയ മാറ്റം ഏറനാടൻ ജനത ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സൂചനകളാണ് ഓരോ ഇടത്ത് ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് ബോധ്യമാവുന്നത്. വലിയ മുന്നേറ്റമാണ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ NDAക്ക് അനുകൂലമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ ശരിയായി ഇവിടുത്തെ വോട്ടർമാർ വിലയിരുത്തുകയാണ്. വയനാടിന് ഒരു സ്ഥിരം MP വേണം, ഇവിടെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു MP വേണമെന്നുള്ള ജനങ്ങളുടെ ആവശ്യത്തിന് ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ NDAയും UDF, LDF മുന്നണികൾ ഒരുമിച്ച് IND സഖ്യവും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് നടക്കുന്നത്. ഉജ്ജ്വലമായിട്ടുള്ള വിജയം ഈ മണ്ഡലത്തിൽ നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്ന വലിയ വിഭാഗം ജനങ്ങളുടെ ഒരു മുന്നേറ്റം തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള സ്റ്റോറി വിവാദമാകുന്നതിന് പിന്നിൽ സ്ഥാപിത താൽപര്യക്കാരെന്ന് കെ സുരേന്ദ്രൻ. തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടെ താമരശ്ശേരി ബിഷപ്പ് അഭിവദ്യമാർ റെമിജിയോസ് ഇഞ്ചനയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് കാലത്ത് പ്രചാരണം ആരംഭിക്കുന്നത് താമരശ്ശേരി ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വളരെ വിവാദമായിട്ടുള്ള കേരള സ്റ്റോറിയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മതന്യൂനപക്ഷമായിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ വലിയൊരു ആശങ്കയാണ് ഇവിടെ ഇപ്പോൾ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. LDFും UDFും ലവ് ജിഹാദും ISIS റിക്രൂട്ട്മെന്റും തമസ്കരിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങി വസ്തുതകളെ നിരാകരിക്കുകയാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും ചെയ്യുന്നത്. ലവ് ജിഹാദ് ഒരു റിയൽ സ്റ്റോറിയാണ്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അതൊരു നടന്ന കഥയാണ്, ഇപ്പോഴും നടക്കുന്നതാണ്, ഇനി നടക്കാനിരിക്കുന്നതാണെന്നുള്ള കൃത്യമായ ബോധ്യം ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഈ ചലച്ചിത്രത്തിന് വലിയ സ്വീകാര്യതയാണ് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള സ്റ്റോറി വിവാദമാക്കുന്നതിന് പിന്നിൽ സ്ഥാപിത താൽപര്യക്കാരാണ്. വർഗീയ ശക്തികളുടെ വോട്ട് കൊണ്ട് അധികാരത്തിലെത്താമെന്ന് വ്യാമോഹിക്കുന്നവരാണ്. അവരുടെ ആ വ്യാമോഹം നടക്കാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് ക്രൈസ്തവ സമൂഹം സർവാത്മന ഈ വസ്തുത അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്. അല്ല, ഈ ഒരു പശ്ചാത്തലം തീർച്ചയായിട്ടും ചർച്ചാ വിഷയമാണ്. കാരണം കേരള സ്റ്റോറി ഒരു പ്രദർശിപ്പിക്കുന്നതിനെതിരായിട്ട് വലിയ എതിർപ്പാണ് LDFും UDFും ഉയർത്തിക്കൊണ്ടുവരുന്നത്. ആ എതിർപ്പിനെ തൃണവൽഗണിച്ചുകൊണ്ടാണ് താമരശ്ശേരി രൂപത അടക്കം ഈ ചലച്ചിത്രത്തിന് പിന്തുണ നൽകിയതും അവർ അത് പ്രദർശിപ്പിക്കാൻ അവരുടെ ഇടവകകളിൽ അനുമതി നൽകിയതും. സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. എടവണ്ണയിൽ ആദ്യമായി CPA ജ്വല്ലറിയുടെ മെഗാ ചിൽഡ്രൻസ് കളക്ഷൻ. CPA ഗോൾഡൻ സിൽവർ, മസ്ജിദ് ബസാർ, എടവണ്ണ.